ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ എണീക്കാൻ കുറച്ച് സമയം വൈകി കേട്ടോ. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഒരു സമാധാനപരമായ ദിവസമാണല്ലോ അല്ലേ. സ്കൂളും ഇല്ല, പിന്നെ ആർക്കും ജോലിക്കും പോകണ്ട. ഇവിടെ പിന്നെ ഏട്ടനില്ലാത്തതുകൊണ്ട് ഞാനും മക്കളും മാത്രമല്ലേ. ഇപ്പം മക്കളൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതാ സിറ്റ് ഔട്ടിലൊക്കെ വന്ന് നമ്മുടെ പാല് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ, അതൊക്കെ എടുത്ത് തിരിച്ച് അടുക്കളയിലേക്ക് വന്നു. ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. പിന്നെ തലേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് അരിയൊന്നും വെള്ളത്തിലിടാത്തതുകൊണ്ട് എന്താ ഉണ്ടാക്കുകയെന്ന് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു. പിന്നെയാണ് ആട്ടപ്പൊടിയുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ അതാ ചൂടുവെള്ളത്തിൽ ആട്ടപ്പൊടി കുഴക്കട്ടോ. പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെള്ളത്തിലിട്ട്. അപ്പോൾ ഞാൻ ആട്ടപ്പൊടി കുഴക്കുന്നത് ഇങ്ങനെയാട്ടോ, നല്ല ചൂട് വെള്ളത്തിൽ കുഴക്കി ഉപ്പിട്ടിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. അങ്ങനെ ചിക്കൻ തണുപ്പ് മാറാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ചപ്പാത്തീൻ്റെ പരിപാടിക്ക് നിന്നു കേട്ടോ. ചപ്പാത്തി ഇവിടെ മക്കൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കില്ല കേട്ടോ. ഏട്ടന് ചപ്പാത്തി ഇഷ്ടമല്ല. പൊതുവേ അവിടെ ഏട്ടൻ എപ്പോഴും ചപ്പാത്തിയും പൂരിയൊക്കെ ആയതുകൊണ്ട് ആൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അത് ഉണ്ടാക്കാറില്ല. പിന്നെ രാത്രിയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കും കേട്ടോ, ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ. അങ്ങനെ രാവിലെ തന്നെ ഇതാ ചപ്പാത്തിക്കുള്ള അവൊക്കെ കുഴച്ചിട്ട് ചപ്പാത്തി ഇതാ ഉരുളയാക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് വേണം ചിക്കൻ കറി ആക്കിയിട്ട്. മക്കൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ പരിപാടിയും തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ ചപ്പാത്തി പരത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ ചപ്പാത്തി പരത്തുമ്പോൾ റൗണ്ട് കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ പരത്തി ശീലമായിട്ട് നമുക്ക് റൗണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചപ്പാത്തി ചുട്ടെടുത്തു കേട്ടോ. നേരം വൈകി എഴുന്നേറ്റുകൊണ്ട് തലയ്ക്കൊരു മന്ദപ്പുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ ജോലിയും തീരുന്ന പോലെ കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ ആകെ ഒരു തപ്പി പിടിക്കലാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കിയിട്ട് ചിക്കൻ കറി കുക്കറിലാണ് വേഗം വെച്ചത്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ വിസിലടിച്ചതിന് ശേഷം ഇതാ അപ്പോഴത്തേക്കും മക്കളൊക്കെ എഴുന്നേറ്റ് വന്ന് വേഗം അടിച്ച് വാരി തുടച്ചിടുകയാണ്. പിന്നെ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ടി വി കണ്ടിരിക്കും. സൺഡേ ആയതുകൊണ്ട് പിന്നെ അവരോട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അവർ ടി വി കാണുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ച് വാരി തുടയ്ക്കുന്നുണ്ട്. എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മക്കളെയൊക്കെ കുളിപ്പിച്ചിട്ട് ഞാനും കുളിച്ചു കേട്ടോ. അങ്ങനെ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ അമ്പാടി ഇതാ അവിടുന്ന് കാല് വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി കളിക്കുകയാണ്. അപ്പോൾ അവനെ സോഫയിൽ ശരിക്കും ഇരുത്തിയിട്ട് പിന്നെ വേഗം തുടക്കലൊക്കെ കഴിഞ്ഞു. സച്ചുട്ടിനെ എണീറ്റിട്ടില്ല കേട്ടോ. സച്ചുട്ടി എണീക്കാൻ കുറച്ച് സമയം പിടിക്കും. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ മക്കളെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചു കേട്ടോ. പിന്നെ ഇതാ വിളക്കൊക്കെ വെച്ചിട്ട് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. മക്കളെ ചായ കുടിക്ക് ശേഷം ഞാനും കഴിച്ചു വേഗം ചായ കുടിച്ചു. അപ്പോൾ നമ്മുടെ സൺഡേ മോർണിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.